നമസ്കാരം. ഇമ്മിണി ബല്യന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ ഞാൻ 6th 7th NCERT ടെക്സ്റ്റ് ബേസ്ഡ് കുറച്ച് കൺസെപ്റ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ടോപ്പിക്, അത് കുറച്ച് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ 9th സ്റ്റാൻഡേർഡില് കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്, അതായത് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോഴ് ഇറാഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഹയർ ക്ലാസ്സസിലേക്കും വളരെ അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഓപ്പറേഷൻസ്. അപ്പോൾ കുറച്ച് കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇത് 6th 7th ടോപ്പിക്സിന്റെ ഇടയിൽ ഈ ഒരു ക്ലാസ്. അപ്പൊ ഇതും അടുത്തൊരു ക്ലാസ്സും ഞാൻ 9th സ്റ്റാൻഡേർഡിന്റെ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് 2 എപ്പിസോഡ്സ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് തുടങ്ങാം. പൈത്തഗോറസ്, എല്ലാവരും ഈ ഒരു പേര് എന്തായാലും കേട്ടിട്ടുണ്ടാവും സ്കൂൾ ടൈമില് പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഒരു ഫേമസ് ആയ ഒരു തിയറം ഉണ്ട് അദ്ദേഹത്തിന്റെ പേരില്, നോൺ ആസ് പൈത്തഗോറസ് തിയറം. അപ്പോഴ് പൈത്തഗോറസ് വാസ് എ ഗ്രീക്ക് ഫിലോസഫർ ആൻഡ് മാത്തമാറ്റീഷ്യൻ. അപ്പൊ ഈ പൈത്തഗോറസിന്റെ ഫോളോവേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചത്. ആൻഡ് വാട്ട് ആർ ഇറാഷണൽ നമ്പേഴ്സ്? അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് പറയുന്നതിന് മുമ്പേ ഒരു സെന്റൻസിൽ വാട്ട് ആർ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയേണ്ടി വരും. കാര്യം നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് റാഷണൽസ് ആർ കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോ വാട്ട് ആർ റാഷണൽ നമ്പേഴ്സ്? Numbers which can be written in the form P by Q, where P and Q are integers and Q not equal to 0. This is the definition of rational numbers. And irrational numbers are numbers which are not rationals. അതായത് numbers which cannot be written in the form P by Q, where P and Q are integers and Q not equal to 0. അതായത് P by Q ഫോമില് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാറ്. അപ്പോ റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻസ്, there are 2 types. ഏതൊരു റാഷണൽ നമ്പറിനെയും നമുക്ക് ഡെസിമൽ ആയിട്ട് എഴുതുമ്പോൾ 2 ടൈപ്പിലേ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമൽ. ഐ ഗിവ് ആൻ എക്സാമ്പിൾ. 1/2 is equal to 0.5, which is a terminating decimal, and 2/3, its decimal form is 0.666. It continues or end ചെയ്യുന്നില്ല. And this is known as a non-terminating but recurring. എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് റെക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. So these 2 are the types of decimal expansions of rational numbers. Then which type is the decimal expansion of irrational numbers? That is, decimal expansion of irrational numbers are non-terminating, non-recurring. Decimal expansion end ചെയ്യൂല, പിന്നെയോ അത് ഒരു പാറ്റേണിൽ കിട്ടൂല നമുക്ക്.
And this pattern means, by the term pattern I meant this. പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിന്റെ മുകളിൽ നമുക്കൊരു ബാർ ഇടാൻ പറ്റണം. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷനിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ബാർ ഇടാനും പറ്റൂല, അത് എൻഡ് ചെയ്യൂല. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആർ √2, √3 and such numbers are examples of irrational numbers. √2, √3, √5, etc. Irrational numbers examples. Irrational numbers examples are √2, √3, √5, √7, etc. Means square root of all prime numbers are irrational. And also pi. Pi is an irrational number. And what is pi? Pi actually, it is a Greek alphabet, but pi is the ratio of the circumference of a circle to its diameter. ഒരു സർക്കിളിന്റെ circumference means perimeter. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസും അതിന്റെ ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ പൈ എന്ന് പറയുന്ന ഗ്രീക്ക് ആൽഫബറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വാല്യൂ, approximate value is 3.14 and its rational form is 22/7. That is only, or these are only the approximate value of pi. പൈയുടെ ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് ഒരുപാട് മാത്തമാറ്റീഷ്യൻസ്, ആർക്കിമിഡീസ്, ആര്യഭട്ട, ഇവരൊക്കെ അവരുടെ ലൈഫിന്റെ ഒരു ഭൂരിഭാഗം ഇതിനു വേണ്ടി ചെലവഴിച്ച ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻസ് ആണ്. അപ്പോ about trillions of places, digits after the decimal point. 3 point തന്നെയാണ് എല്ലാവർക്കും കിട്ടാറ്, 3.14. ഇത് കഴിഞ്ഞ് ട്രില്യൻസ് ഓഫ് പ്ലേസസിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് മാത്തമാറ്റീഷ്യൻ. ആൻഡ് ദേ ഫൗണ്ട് ദാറ്റ് the decimal expansion is non-terminating, non-recurring. That's why pi is irrational. അതുകൊണ്ടാണ് pi irrational എന്ന് പറയുന്നത്. പിന്നെ this type of decimal 0.01, 001, 0001, etc. And this won't end. And this decimal is a non-terminating, non-recurring decimal. ഈ ഡെസിമലിന് നമുക്ക് മേലെ ഒരു ബാർ ഇട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റില്ല. നോൺ ടെർമിനേറ്റിംഗ്, എൻഡ് ചെയ്യുന്നില്ല. നോൺ റെക്കറിംഗ് മീൻസ് വി കാൺ പുട്ട് എ ബാർ അപ്പോൺ ദീസ് ഡിജിറ്റ്സ്. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് പ്രൈം നമ്പേഴ്സ് മാത്രമേ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ? ഡു യു ഹാവ് എ ഡൗട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, വാട്ട് അബൌട്ട്? ഫോർ എക്സാമ്പിൾ, root of 8. Listen here. Root 8. 8 is a composite number. And root 8 may be written as root of 4 into 2, which may be splitted as root 4 into root 2. And we know that square root of 4 is 2. And it is 2 root 2 or 2 into root 2. And root 2 we know that it is irrational. So the product of rational and irrational is irrational. That's why square root of this composite number is irrational. അതുകൊണ്ടാണ് റൂട്ട് 8 ഇറാഷണൽ ആയത്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് മാത്രമേ നമുക്ക് റാഷണൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, റൂട്ട് 9 is 3, which is rational. Okay, root 8, even though it is a composite number, it is irrational. But this is a perfect square. So square root of 9 is 3. I think it is clear what are irrational numbers. Next is operations of irrational numbers. How can you add, subtract, multiply and divide irrational numbers? അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒരു 10 ആപ്പിൾസ് ഉണ്ട്, 8 oranges ഉണ്ട്. What is their sum? 10 apples and 8 oranges. Find the sum. എന്തായിരിക്കും ആൻസർ? Can you say 18 apples or
18 oranges? ഒരിക്കലും പറയാൻ പറ്റില്ല. And what is the answer? The answer is 10 apples and 8 oranges. 3 പറയാൻ പറ്റുള്ളൂ. So it means that these are two irrational numbers we have to consider as two different variables like x and y. രണ്ട് irrational numbers എന്ന് പറയുന്നത് അതായത് √2 and √3 we have to consider as two different variables like x and y. അപ്പോൾ ഇത് x ഇത് y. What is the sum of x and y? That is x plus y only. Sum of x and y is x plus y. We can't add x and y. അതുപോലെ തന്നെയാണ് √2 and √3. If you are asked to add √2 and √3, it is not √5. തെറ്റാണിത്. So it is equal to √2 plus √3 itself. We can't add two different variables x and y. So we can't add √2 and √3. The sum is this itself. Similarly, subtraction. √5 minus √2 is not √3. It is √5 minus √2 itself. We can't subtract also. And next, √2. What is √2 into √3? It is, we can combine. It is root of 2 into 3 is equal to √6. And what is √7 divided by √2? It is root of 7 by 2. Because x plus y is x plus y itself. X minus y is x minus y itself. But x into y we can write as xy. And x divided by y we can write as x by y. I think it is clear. And there are some rules to do the operations on irrational numbers. They are, first, what I have told you now. √a plus √b is equal to √a plus √b itself. I have given an example for this. And √a minus √b is √a minus √b itself. And the third one, √a into √b is, we can combine root of ab. And the fourth one, √a divided by √b is equal to root of a by b. And the next, what should you write as the next? It is, yeah, we will do some identities. Or √a plus √b into √a minus √b is of the form a plus b into a minus b. We know that it is √a square minus √b square. Or before that, I'll be writing one more result. This I'll write at the sixth one. Okay, and the fifth one, I'll write as √x into √x is x. Fifth, because we have to use this in the next result. √x into √x, we know that it is root of x square, which is x. And next is √a plus √b into √a minus √b. A plus b into a minus b form, it is a square minus b square. And √a square, √a into √a is a minus b is the answer. And the next one is the first identity. √a plus √b whole square is of the form of the first identity, a plus b whole square. It is √a square plus 2 into 2ab. It is 2 √a into √b plus √b square. And the answer is, what is √a square? It is a. Please see this once more. And I'll write the answers here. Okay. √a square is a plus 2 into √a into √b is 2 √ab plus √b square is b. So we get √a plus √b whole square is equal to this result, which is the seventh one. And eighth, it is √a minus √b whole square. This is of the form of the second identity, a minus b whole square. It is √a square minus 2 √a into √b plus √b whole square.
which is equal to root a whole square is a minus 2 into root a into root b is 2 root a b plus b is the expansion. And the next one is root a, it is a plus root b into a minus root b. Already we have written root a plus root b into root a minus root b. And this is again of the form of the third identity, that is a plus b into a minus b. It is a square minus root b square here. In the place of a it is a itself, but in the place of b it is root b. So this is equal to a square minus root b square is b. And the last, it is root a plus root b into root c plus root d. These are all different irrational numbers. So we have to use the distributive property which we have used in 8th standard to multiply two binomials. So we have to do root a into first term into second expression plus second term into second expression. This is known as the distributive property. So we will get a into root c is root ac. Root a into root d is root ad plus root b into root c is root bc plus root b into root d is root bd. And we know that a plus b into c plus d is ac plus ad plus bc plus bd. So root a plus root b into root c plus root d is root ac plus root ad plus root bc plus root bd. And these are the main operations on irrational numbers which you have to keep in mind. Then we will simplify these 6 questions using these properties. Okay. And the first one is, first question is 5 root 2 plus 7 root 3 plus, this is plus, and some students since there are brackets they feel that it is into. Be careful, this is plus only, and this one and this one we have to add. So we will do the first question. 5 root 2 plus, I am using the associative property here, or like terms together. 5 root 2 and root 2 means 1 root 2. These two are like terms. I have written closer. Then plus 7 root 3 minus 4 root 3. And 5 root 2 plus root 2 is 5 plus 1 root 2. It is 6 root 2. Then plus 7 minus 4. These are like terms. These to be considered as 5x plus x. And this is 7y minus 4y, like this. So 7 root 3 minus 4 root 3 is plus 3 root 3. And this is the answer. These two we cannot add because root 2 and root 3 are two separate irrational numbers, like two separate variables which cannot be added. ചില കുട്ടികൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് എടുത്തത്. ചില കുട്ടികൾ ഇതൊക്കെ ആഡ് ചെയ്യും. 6ഉം 3ഉം 9 root 2 root 3 root 5 എന്നൊക്കെ എഴുതി വെക്കും. So many examples are there. So അപ്പോൾ 6 root 2 plus 3 root 3 is 6 root 2 plus 3 root 3 self type. And here root 72 root 800 minus root 18 and split it. 36 is a perfect square. 36 into 2. 800 is 400 into 2 and 18 is 9 into 2. So root of root AB can be split as root A into root B. Here also root A into root B and here also root A into root B. And root 36 is 6 root 2. Root 400 is 20 root 2. Root 9 is 3, it is 3 root 2. Then these two have to be added. 6 plus 20 is 26 root 2 minus 3 root 2. All are like, can be considered as like terms because the irrational part is the same, root 2. So 26 root 2 minus 3 root 2 is 23 root 2. I think it is clear. And we will do the third question. Question number 3. 3 root 45. 3 root 45.
Okay, I'll write the answer only. And the 3 root 45 may be written as root of 9 into 5. And 125 may be written as 25 into 5. And the last, no, the third one is what? 100 into 2, root 200 minus root 50 is 25 into 2. This is the splitting. Then 3 into root 9 into root 5 minus root 25 into root 5 plus root 100 into root 2 minus root 25 into root 2. This is the splitting. Then root 9. 3 into root 9 is 3. Root 5 minus root 25 is 5 root 5 plus 100. Root 100 is 10. 10 root 2 minus root 25 is 5. 5 root 2. And these two can be considered as like terms, and this one. 3 into 3 root 5 is 9 root 5 minus 5 root 5 plus 10 root 2 minus 5 root 2. 9 minus 5. 9 root 5 minus 5 root 5 is 4 root 5 plus 10 minus 5 is 5 root 2. This is the answer. 4 root 5 plus 5 root 2. Okay, this is the third question's answer. And the fourth one. Let's do the fourth question. It is 2 root 50. This is multiplication. Question number 4. 2 root 50. 2 into root 50 may be written as root of 25 into 2 into 3 root 32. 32 may be written as 16 into 2. Then into 4 root 18. 18 may be written as 9 into 2. These are all multiplication. Then 2 into root 25 into root 2 into 3 into root 16. Root 16 into root 2 into 4 into root 9 into root 2. This is the splitting. That is 2 into root 25 is 5 into root 2 into 3 into root 16 is 4 into root 2 into 4 into root 9 is 3 into root 2. Then we have to combine all the whole numbers. 2 into 5. 2 into 5 into 3 into 4 into 4 into 3 into, there are 3 irrational numbers. Root 2 into root 2 into root 2. And let's multiply. 3 fours are 12 and 3 fours are 12. 12 into 12, 144 into 10. It is 1440 into root 2 into root 2 is 2. I have told you root x into root x is x. So it is 2 into root 2. 2 root 2. So the answer is 2880 root 2 is the answer for this question. This is the fourth question. Fourth question's answer is 2880 root 2. And the fifth is division. And this was multiplication, and here previous questions addition, and here both addition and subtraction. So we have completed the first 3 operations on irrational numbers. So the last 2 are divisions. The fifth question is 4 root 28. And root 28 I can write as 4 sevens are 28. And always we can write a division is a fraction. Then 3 root 7 is equal to 4 into root 4 into root 7 by 3 into root 7. Root 7 and root 7 get cancels. Then it is root 4, we know that it is 2.
Upper 4 into 2 divided by 3 is 8 by 3. See, when we have divided two irrational numbers, we got a rational number as the quotient. And the sixth question, it is 8 root 15 divided by 2 root 3 is 8 into root 15 may be written as root 3 into root 5 by 2 into root 3. Root 15 I have split it as root 3 into root 5. This is root 15. So we cut root 3 and root 3 from here. 8 and 2. 8 by 2 is 4. So the answer, the quotient is 4 root 5. And okay, we have completed all the 6 questions simplification. And we see some results that the sum of a rational and an irrational number is always irrational. The sum of a rational and irrational number. For example, 2 plus root 3. This is rational, this is irrational. The answer is irrational. Next, the difference of a rational and irrational number is also irrational. Then the product of a rational and irrational is irrational. The quotient of a non-zero rational and an irrational number is irrational. And in the case of quotient, we have to consider a non-zero rational number. 0 is a rational number and 0 when we divide. Division by 0 is undefined and 0 by any number we will get 0. അപ്പോൾ അത് 0 ഒഴികെയുള്ള എല്ലാ rational numbers-നും മാത്രമാണ് ഈ results applicable. That is, the sum of a rational and irrational is irrational. Difference of a rational and irrational is irrational. Product of a rational and irrational is irrational. Quotient of a non-zero rational and irrational is irrational. And what about the sum, the difference, the product and the quotient of two irrational numbers? What's the answer? The answer is it may be either rational or irrational. For example, two irrational numbers sum. Two irrational numbers sum. First example, root 5 plus root 7. Both are irrationals and this sum is irrational. I have told the result that it may be rational or irrational. When we will get the sum of two irrational numbers as an irrational number, as a rational number, I'll give an example. 3 plus root 2 plus 5 minus root 2. This is an irrational number. This also is an irrational number. So what is their sum? It is plus root 2 and minus root 2. Get cancels. The answer is 3 plus 5, 8, which is rational. അപ്പോൾ രണ്ട് irrational numbers in the sum irrational ആവാം rational ആവാം. These are the two examples. Similarly, the difference. The difference of two irrational number. Irrational ആവാം rational ആവാം. How will you get the difference of two irrational numbers as rational? Difference. 7 minus root 3 is an irrational number. 5 minus root 3 is another irrational number and their difference we get, it is 7 minus root 3 minus 5 plus root 3. Minus root 3 and plus root 3 get cancels and the answer is 7 minus 5 is equal to 2, which is rational. This is the answer. And what about the product? The product of a rational and irrational number may be rational or irrational. For example, root 2 into root 3 is root 6, which is irrational. And another root 2 into root 8.
Both are irrational numbers, but the product we get as root 16, which is equal to 4, which is a rational number. So, we have to say that the product of two irrational numbers may be rational or irrational. And the quotient, root 7 by root 5, is irrational. And root 8 divided by root 2 is root 4, which is equal to 2, which is rational. So, these are the results. Okay. The sum, difference, product or quotient of two irrational numbers may be either rational or irrational. And these are the basic things about irrational numbers. And the next step is rationalizing the denominator. Very, very important. We'll discuss that topic in the next class. Stay tuned. Bye. See you.